അവൻ തുറക്കപ്പെട്ട ഒരു ഉറവയാണ്. ഹല്ലേലൂയ. കാരണം പ്രവാചകനായിരിക്കുന്ന സെഖരിയാവ് കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചു. സ്തോത്രം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിന്മേലും സ്തോത്രം യേശുവിന്റെ നിവാസികൾക്കും ഒരു ഉറവ തുറക്കും. എന്തിനു വേണ്ടി? പാപത്തെയും സ്തോത്രം അതിൻ്റെതായ മാലിന്യത്തെ നീക്കുവാൻ ഒരു ഉറവ തുറന്നിരിക്കും. ഹല്ലേലൂയ. 2024 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ മധ്യത്തിൽ ലോക മനുഷ്യരുടെ മുടി ലോകത്തിലെ ജനങ്ങളുടെ പാപത്തെ വഹിച്ച് കാൽവരി ക്രൂശിൽ കയറി സ്തോത്രം. ഹല്ലേലൂയ. അവർ ചിന്തിച്ചു ഇവന് ഒരു കള്ളനാണ് എന്ന് ചിന്തിച്ച് ക്രൂശിലടിച്ചിരിക്കുമ്പോൾ ഒരു കള്ളൻ പറയുന്നു ഇവൻ അല്ലാത്തത് ഒന്നും ചെയ്തിട്ടില്ല. മറ്റേ കള്ളൻ പറയുന്നു സ്തോത്രം അവൻ യാതൊരു പാപവും ചെയ്തിട്ടില്ല. അവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. അപ്പോൾ തന്നെ വാക്കുകൊണ്ട് മാത്രമല്ല തന്റെ പ്രവൃത്തിയിൽ കൂടെ വാഗ്ദാനം ചെയ്തുകൊണ്ട് നീ ഇന്ന് എന്റെ ഓടുകൂടെ ഇരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ കള്ളനെ രക്ഷിച്ച് സ്തോത്രം കർത്താവ് മുടി ലോകത്തിനും ഒരു രക്ഷകനായി മാറി. മുടി ലോകത്തെയും പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് മാറ്റുന്ന ഒരു ഉറവയായി തുറക്കപ്പെട്ടു. ഇന്ന് ഈ വൈകിയ വേളയിൽ നാം ദൈവസന്നിധിയിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ. ഹല്ലേലൂയ. കർത്താവേ, പിതാക്കന്മാർ കുഴിച്ച കിണറുകളെ സ്തോത്രം, അബ്രഹാം കുഴിച്ച കിണറിനെ സ്തോത്രം, ഇടയന്മാർ അല്ലെങ്കിൽ ഫിലിസ്തീയ മലന്മാർ അതിനെ തകർത്തുവെങ്കിൽ ഇസഹാക്ക് വേറെ ഇരുന്നില്ല. എന്റെ പിതാവ് കുഴിച്ചത് മണ്ണിട്ട് മൂടി പോയിക്കൊള്ളട്ടെ എന്നല്ല, വീണ്ടും ഉറവകൾ കുഴിക്കുവാൻ കാരണം സ്തോത്രം അതായത് ശത്രുക്കളെ ജയിക്കുവാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ ആരാധിച്ച നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഈ ആരാധന പോകണമെങ്കിൽ, ഈ പ്രാർത്ഥന അവർ കൈക്കൊള്ളണമെങ്കിൽ, ഈ ശുശ്രൂഷയിൽ അവർ ചെയ്യണമെങ്കിൽ അബ്രഹാമിനെ പോലെ വിശ്വാസത്തിന് വേണ്ടി ഏത് പ്രതികൂലങ്ങളും സ്തോത്രം മോറിയ മലയാളോ മോറിയ മലയിൽ ചവിട്ടിക്കയറി തന്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കുവാൻ പോലും തയ്യാറായി വിശ്വാസത്തിൽ പരീക്ഷയിൽ വീണുപോകാമെന്ന അബ്രഹാമിന് വേണ്ടി ദൈവം പറഞ്ഞു സ്തോത്രം ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ തന്നെ അനുഗ്രഹിക്കും. എന്റെ വിഷയം ഉറവയാണെങ്കിലും ഉറവ എന്ന് പറയുന്നത് സ്തോത്രം ഒരു വെള്ളത്തിന്റെ ഉറവ മാത്രമല്ല, സ്തോത്രം ഭൗതിക ചില അനുഗ്രഹങ്ങളെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. 2024 നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത ചില വിഷയങ്ങൾ 2025 നിങ്ങൾക്ക് ലഭിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാനിത് വിശ്വസിക്കുകയാണ്. 2024 ശത്രു ചില നന്മകളെ അടച്ചിരിക്കാം, ചില ഉറവുകളെ അടച്ചിരിക്കാം, നിങ്ങൾക്ക് വരേണ്ട വരുമാന മാർഗങ്ങളെ അടച്ചിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്നു നിങ്ങൾ മുട്ടുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. നിങ്ങൾ തേടുമെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ യാചിക്കുമെങ്കിൽ അത് ലഭിക്കുവാനിടയാകും. കാരണം കർത്താവിന്റെ ആ സ്തോത്രം സ്വർഗം എപ്പോഴും ഓപ്പണാണ്. ഹല്ലേലൂയ. കൃപയുടെ കാലമാണ് ഇപ്പോൾ. ക്രിസ്തേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല, ദൈവസന്നിധിയില്ല. നാം പലപ്പോഴും മനുഷ്യന്റെ മുൻപിലേക്ക് പോകുന്നതിനേക്കാൾ സ്വർഗീയ ഭാവിൽ മുട്ടുന്നെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം ഇന്ന് നിങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട ചിലപ്പോൾ രോഗത്താൽ വന്നിരിക്കാം, ഫലവിധമായ പ്രശ്നങ്ങൾ മുഖാന്തരം വന്നിരിക്കാം. മക്കളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അവരെ എങ്ങനെ പഠിപ്പിക്കും, അവരെ എങ്ങനെ ഒരു നന്മയിലേക്ക് കൊണ്ടെത്തിക്കും ചിന്തിക്കാം. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ കാലേബിന്റെ മകളായ അക്സ ചോദിച്ചു സ്തോത്രം ദൈവം അവൾക്ക് തന്റെ അപ്പനായ കാലേബ് തന്റെ മകളായ അക്സയ്ക്ക് സ്തോത്രം താഴ്വരകളിലെ ഉറവകളെ കൊടുത്തു. അപ്പോൾ പറഞ്ഞു താഴ്വര ഉറവകൾ മാത്രമല്ല, എനിക്ക് മലയിലെ മേലുള്ള ഉറവകളെയും തരണം. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് ഒരു ഉറവയല്ല നമുക്ക് വേണ്ടി, ഒറ്റൊരു ഉറവ നമുക്ക് വേണ്ടി 2024 വർഷങ്ങൾക്ക് കാൽവരിയിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടെങ്കിൽ അതിൽ നിന്ന് ധാരാളം ഉറവ ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവനും ഒരിക്കലും അടഞ്ഞു പോകാത്ത ചില സമ്പത്തുകൾ നിന്റെ മുൻപിലുണ്ട്. ദൈവം സ്വർഗം തരുവാൻ നമ്മുടെ തലമുറകൾക്ക്, അടുത്ത തലമുറകൾക്ക്, മക്കൾക്ക് വേണ്ടി കരുതി വെച്ച ചില ഉറവകൾ നന്മകളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശക്തമായി ആരാധിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തിയിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ പകലൊരു മെസ്സേജ് കേട്ടു. ആ ദേവദാസൻ പറഞ്ഞത് ഇപ്രകാരമാണ്. തമിഴില് ഹല്ലേലൂയ പലരും തെറ്റിപ്പോയതുകൊണ്ട്